ഹായ് ഓൾ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഷാജിദ ഷാജി ഇത്തേനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ കുറേ നാൾ മുമ്പ് ഒരു വിവാഹത്തിനെ പറ്റിയുള്ളൊരു വിവാദമായിരുന്നു ഷാജിദ ഷാജിയുടെ ചാനൽ മുഴുവൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ചാനലുകൾ ഇൻ്റർവ്യൂസ് എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് അവരുടെ ജീവിതം പറഞ്ഞ് അവരുടെ യൂട്യൂബ് ചാനൽ ഒരു നല്ലൊരു റീച്ചിലേക്ക് അവരെ എത്തിക്കാൻ പറ്റി. അപ്പോൾ നെഗറ്റീവ് വരുമ്പോഴാണ് ചാനൽ കൂടുതലും ആളുകൾ ശ്രദ്ധിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇപ്പോൾ അടുത്തുള്ള ദിവസങ്ങളിലായിട്ട് ഷാജിദ ഷാജിയുടെ യൂട്യൂബ് അക്കൗണ്ടുകളിൽ നിന്നും ഒരുപാട് വീഡിയോസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടും ഒക്കെ ഉള്ളൊരു വീഡിയോ കാണാനിടയായി. അപ്പോൾ തൊട്ട് മുമ്പത്തെ ഒരു ദിവസം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. ഉമ്മയുടെ ഒരു വീഡിയോ, ഉമ്മായും അവരും തമ്മിലുള്ള ഒരു വഴക്ക്. അതിങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ ചാനലിൽ വീഡിയോ ഇട്ടതുകൊണ്ട് ഒരുപാട് പേര് അതിൻ്റെ പേരിൽ ഷാജിദ ഷാജിയെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ അനുഭവിക്കുന്ന കാര്യം നമുക്ക് മാത്രമേ അറിയാവൂ. അത് സ്വന്തം ഉമ്മയായിരുന്നാലും സ്വന്തം മക്കളായിരുന്നാലും. ഇപ്പം നമ്മുടെ ഇപ്പോൾ എന്താ പറയുക, സ്വന്തം ഉമ്മമാരെ മക്കളെ ദ്രോഹിക്കില്ല എന്നല്ല, ദ്രോഹിക്കും. മക്കളെ ജീവനതുല്യം കാണുന്ന ഉമ്മമാരും ഉണ്ട്. മക്കൾ ഈ ലോകത്ത് നിന്നും ഇല്ലാതായാലും പ്രശ്നമില്ല, എനിക്ക് ജയിക്കണമെന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഉമ്മമാരും ഉണ്ട്. അപ്പോൾ അത് ഞാൻ അവരൊരു വെട്ടാൻ വരിക എന്ന് പറയുന്ന ഒരു വീഡിയോ കുറച്ച് ദിവസമായി, 2-3 ദിവസമായി കണ്ടിട്ട്. അപ്പം ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, കൂടോത്രം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ. അതായത് ഷാജിദ ഇത്തേനെ മക്കളെയും വീട്ടിൽ നിന്ന് ഓട്ടിക്കാനായിട്ട് സ്വന്തം ഉമ്മ തന്നെ തകിടും പൈസയും കുറച്ച് അരികളും പൂക്കളും ഒക്കെ ആയിട്ട് പേപ്പറിൽ പൊതിഞ്ഞ് ഓരോ മൂലയ്ക്ക് ഇങ്ങനെ കൊണ്ടുവയ്ക്കുകയാണ്. അത് അവർ തന്നെ വീഡിയോയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. തകിട്, പൈസ, അരി, പൂവ് ഇങ്ങനെയൊക്കെ. അപ്പോൾ ഷാജിദ ഇത്ത പറയുന്നത് ഇങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് ബാക്കി 2 മക്കളും ഇങ്ങോട്ടേക്ക് വരില്ല. അതുകൊണ്ട് ഞാനും എൻ്റെ മക്കളും ഇവിടെ നിന്ന് പോയാൽ മാത്രമേ ആ മക്കൾക്ക് വന്നിവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മ ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് എന്നാണ് ഷാജിദ വീഡിയോയിൽ പറയുന്നത്. പക്ഷേ എനിക്ക് അവർ പറയുന്നത് സത്യമോ കള്ളമോ എന്തോ ആയിക്കോട്ടെ. ചിലർ പറയുന്നു നീ തന്നെ വെച്ചിട്ട് നീ തന്നെ എടുത്ത് വീഡിയോയുടെ മുന്നിൽ കാണിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു. എന്ത് തന്നെ ആയിരുന്നാലും ഇങ്ങനെ ഇപ്പോഴും ഈ കൂടോത്ര വിദ്യ വിശ്വസിച്ച് മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി ഇങ്ങനത്തെ വഴി, അതായത് കുറുക്കു വഴികൾ ചിന്തിച്ച് തിരഞ്ഞെടുക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഈ 21ാം നൂറ്റാണ്ടിൽ ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ ആളുകൾ. കാരണം ഷാജിദ ഷാജിക്ക് ഇപ്പോൾ കിട്ടിയതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്കും കിട്ടിയിട്ടുണ്ട്. അതെനിക്കിവിടെ വന്ന് പബ്ലിക്കായിട്ടിരുന്ന് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ അത് സത്യമാണ്, അത് ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. കൂടോത്രം എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ കാലത്തും ഇത്രയും വിദ്യാഭ്യാസവും വിവരവും ഒക്കെയുള്ള കാലഘട്ടം ആയിരുന്നാൽ പോലും ഇന്നത്തെ കാലത്തും ആളുകൾ അത് വിശ്വസിക്കുന്നുണ്ട്, മറ്റൊരാളെ തകർക്കാൻ വേണ്ടി ചെയ്യുന്നുമുണ്ട്. സ്വന്തം മകനെ തകർക്കാൻ വേണ്ടി എത്രയോ ഉമ്മമാർ ചെയ്യുന്നുണ്ട്. കാരണം മകനും മരുമകളും അടിച്ചു പിരിയണം. അതിനുവേണ്ടി മകൻ മരിച്ചാലും പ്രശ്നമില്ല, ഞാൻ കൂടോത്രം ചെയ്യും എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഉമ്മമാര് ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തുണ്ട്. അതെനിക്ക് നല്ലവണ്ണം അറിയാന്നുള്ള കാര്യമാണ്. അവർ പറയുന്ന ഷാജിദ ഷാജി പറയുന്ന പോലെ സിഹിർ, കൂടോത്രം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബാധിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കത് ഈസിയായി ബാധിക്കും. അപ്പോൾ അത് നമുക്ക് ചെറുക്കാൻ നമ്മുടെ ഖുർആനികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അതിൻ്റെ എഫക്റ്റ് ഒരു പരിധിവരെ തടയാൻ നമുക്ക് ചെയ്ത് അത് കുറയ്ക്കാൻ പറ്റും. പക്ഷേ നമ്മളത് അനുഭവിക്കുമ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും രോഗങ്ങളായിട്ടും ഒക്കെ ഈ സിഹിർ കൂടോത്രത്തിലൂടെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. പക്ഷെ ഈ ചെയ്യുന്നവർ താൽക്കാലിക വിജയത്തിന് വേണ്ടി മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവരൊരിക്കലും ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നില്ല. അത് ഈ ലോകത്തായിരുന്നാലും പരലോകത്തായിരുന്നാലും അവർക്ക് തോൽവി തന്നെയാണ്. അവർ സാധാരണ ഒരു നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടി, മറ്റൊരാൾ വീണു പോകുന്നത് കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയുള്ളൊരു വിദ്യ, അത് ചെയ്യുന്നവരെപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ അടുത്തുള്ള ആളുകളായിരിക്കും കൂടുതലും നമുക്കെതിരെ ഇങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യുന്നത്. ഒരിക്കലും ദൂരെയുള്ള ആൾക്കാരായിരിക്കില്ല, ഏറ്റവും അടുത്ത ആൾക്കാർ, രക്തബന്ധമായിരിക്കും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്.
അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതിൽ നിന്നും കരകയറാൻ ഇപ്പോഴും ഒരു വിധത്തിലാണ് ഞാൻ എൻ്റെ ലൈഫ് കരകയറ്റി കൊണ്ടുവരുന്നത്. പക്ഷെ അതിൽ നിന്നും പല സമയങ്ങളിലും നമ്മളെ കൈവിട്ടു പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഈ സിഹിർ കൂടോത്ര അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ വേദന അറിയാവൂ. അപ്പോൾ പുറത്തിരുന്നോണ്ട് പറയാം ഇതൊക്കെ വെറുതെയാണ്, ചുമ്മയാണ്, ഇതൊക്കെ അന്ധവിശ്വാസമാണ്. പക്ഷെ അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഷാജി ചെയ്ത ഈ വീഡിയോയുടെ കാരണം അവരിങ്ങനെ വീഡിയോ ചെയ്യുന്നു, റീച്ച് ആവുന്നു, നാട്ടിലവർക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാവുന്നു, അതുകൊണ്ട് അവരെ പറഞ്ഞേക്കാൻ വേണ്ടി ചെയ്തതാവാം എന്നൊക്കെ കുറേ പേര് പറയും. നീ കൊണ്ടുവച്ചിട്ട് നീ തന്നെ പറയുന്നു. അങ്ങനെയല്ല, ഒരാൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ, കാരണം ഒരാൾ ഒരു സ്റ്റെപ്പ് എടുത്ത് നന്നായിട്ട് വരുമ്പോൾ അയാളെ തളർത്താൻ അവരെ കുടുംബത്തിൽ തന്നെ ആളുകൾ ഉണ്ടാവും. അപ്പോൾ എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഒരുപാട് ഉണ്ട് കേട്ടോ പറയാൻ. ഞാൻ അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ അതിൻ്റെ പേരിൽ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോ ആയിട്ട് പറയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോ ആയിട്ട് പറയാം. അപ്പോൾ എന്തായിരുന്നാലും ഷാജിയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി കേട്ടോ. നിങ്ങൾക്ക് എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.